Valentine's Day, darling. Happy Valentine's Day. Come here, my bride. Oh, happy Valentine's Day. Same to you. Come here, my bride. Come here. സ്വാസു, സത്യം പറയാം, ബിക്കോസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ നമ്മളെല്ലാം പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. വാലന്റൈൻസ് ഇങ്ങനെ ഉണ്ടാവണം, അല്ലാതെ ഇങ്ങനെ അങ്ങനെ. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു. വരുന്നതായിരിക്കും. ഞാൻ പോവാ, ഇങ്ങോട്ട് വാടാ. കല്യാണം കഴിഞ്ഞു. അതോ ഏറ്റവും വലിയ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ ജനങ്ങൾക്ക് എല്ലാം മലയാളികൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എപ്പോഴാ കല്യാണം ആരാ ചെക്കൻ, അങ്ങനെ ഇങ്ങനെ. അതെല്ലാം കഴിഞ്ഞു. വാലന്റൈൻസ് വന്നു. അതെ, ഞങ്ങള് ഇനിയിപ്പോ ഇതൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് എവിടെയെങ്കിലൊക്കെ പോകുള്ളൂ. പക്ഷെ വാലന്റൈൻ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടാണ് പോയത്. എവിടെ പോയാലും അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു ഭർത്താവ് ആണോ? പക്ഷെ എനിക്ക് അങ്ങനെയല്ല കിട്ടിയ വിവരം. എനിക്ക് അങ്ങനെ ഒരു എന്ത് കിട്ടിയ ശ്വേതാജിക്ക്? എനിക്കൊരു മുപ്പരൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് സ്വാസിക്ക് തരാൻ വേണ്ടിട്ട്. ഈ ഗിഫ്റ്റ് കൂടാതെയോ? പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളല്ലല്ലോ. അതെ, നമുക്ക് ചോദിക്കാം അല്ലേ? തീർച്ചയായിട്ടും. പ്രേം, എന്താണ്? ഹലോ, നമസ്കാരം. എൻ്റെ പേര് പ്രേം. ഞാൻ സ്വാസികയുടെ ഹസ്ബൻഡാണ്. വാലന്റൈൻസ് ഡേയില് ഇയാൾ അവിടെ ഷൂട്ടിലും ഞാൻ ഇവിടെ ഷൂട്ടിലുമാണ്. എന്നാലും അത് കുഴപ്പമില്ല. നമുക്ക് ഇനിയും പല വാലന്റൈൻസ് ഡേയ്സ് ഇനി വരാറുണ്ട്, ഇനിയും വർഷങ്ങൾ വരാറുണ്ട്. നമ്മളപ്പോൾ ആ സമയത്തെല്ലാം അടിച്ചു പൊളിക്കും. ഒരുമിച്ചുള്ളപ്പോൾ എല്ലാം അടിച്ചു പൊളിക്കും. അത് വാലന്റൈൻസ് ഡേ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഒരുമിച്ചിരുന്നാൽ മാത്രം മതിയല്ലോ. ഇനിയിപ്പോൾ സ്വാസികയെ പറ്റി കുറച്ച് പറയുകയാണെങ്കിൽ, സ്വാസിക ഭയങ്കര എക്സ്പ്രസീവാണ്. ഇപ്പം സ്നേഹിക്കുന്ന കാര്യത്തിലായാലും ചിരിക്കുന്ന കാര്യത്തിലായാലും കരയുന്ന കാര്യത്തിലായാലും നല്ല എക്സ്പ്രസ് ചെയ്യുന്നതാണ്. പക്ഷേ അതേസമയം ഞാനാണെങ്കിൽ അങ്ങനെ എക്സ്പ്രഷൻ ചെയ്യാറില്ല. ഭയങ്കര സട്ടിൽ റിയാക്ഷൻ മാത്രം കൊടുക്കുന്ന ഒരാളാണ്. അതും പറഞ്ഞ് നമ്മൾ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിവേസ്, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ്.